നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പുസ്തകം വായിച്ചു തീർത്തതിനു ശേഷം അതൊരു വായനയായിരുന്നില്ല, മറിച്ച് അതൊരു പ്രാർത്ഥനയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? വരികൾക്കിടയിലൂടെ നടക്കുമ്പോൾ സ്വന്തം ഹൃദയത്തിന്റെ വിങ്ങൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്നാൽ മലയാള സാഹിത്യത്തിൽ അത്തരമൊരു അത്ഭുതം സൃഷ്ടിച്ച കൃതിയാണ് പെരുമ്പടം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ. ചെങ്ങാമ്പുഴയുടെ രമണനും OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിനു ശേഷം മലയാളക്കാരെ ഇത്രയേറെ നെഞ്ചിലേറ്റിയ മറ്റൊരു നോവൽ ഉണ്ടാകാൻ വഴിയില്ല. 1996 വയലാർ അവാർഡ് നേടിയ ഒരു കൃതി റഷ്യൻ മഞ്ഞകാലത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു ശുദ്ധ മലയാള പ്രണയകാവ്യമാണ്. ഹലോ മൈ ഡിയർ ബുക്ക് ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു നോവലിന്റെ കഥയെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഇത് ഇന്നും വായനക്കാരുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നത് എന്നതിനെ കുറിച്ചുമാണ്. ഈ നോവലിന്റെ പശ്ചാത്തലം നമ്മുടെ കേരളമല്ല, മറിച്ച് മഞ്ഞ് പെയ്യുന്ന റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരമാണ്. വിശ്വപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരനായ ഫ്യോദർ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് പെരുമ്പടം ഈ ഒരു നോവലിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത്. കഥ തുടങ്ങുമ്പോൾ ദസ്തയേവ്സ്കി കടുത്ത പ്രതിസന്ധിയിലാണ്. സ്റ്റെലോവിസ്കി എന്ന ക്രൂരനായ പബ്ലിഷറുമായി അദ്ദേഹം ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ദ ഗാംബ്ലർ എന്ന പുതിയ നോവൽ എഴുതി തീർത്തില്ലെങ്കിൽ ദസ്തയേവ്സ്കിയുടെ വരാനിരിക്കുന്ന എല്ലാ കൃതികളുടെയും പകർപ്പവകാശം ആ പബ്ലിഷർക്ക് സ്വന്താക്കും. എന്നാൽ സമയപരിധി അവസാനിക്കാറായിട്ടും ദസ്തയേവ്സ്കിക്ക് ഒരു വരി പോലും എഴുതാനായില്ല. ഈ കടുത്ത സമ്മർദ്ദത്തിനിടയിലാണ് സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം നോവൽ വേഗത്തിൽ എഴുതി തീർക്കാനായി അന്ന എന്ന 20 വയസ്സുകാരിയ പെൺകുട്ടിയെ സ്റ്റെനോഗ്രാഫറായി അദ്ദേഹം ജോലിക്ക് വെക്കുന്നത്. തുടക്കത്തിൽ അന്ന കാണുന്നത് വലിയൊരു എഴുത്തുകാരനെയല്ല, മറിച്ച് വിറയ്ക്കുന്ന കൈകളുള്ള അപസ്മാര രോഗിയായ മദ്യപാനിയും ചൂതാട്ടക്കാരനുമായ ദരിദ്രനായ ഒരു മനുഷ്യനെയാണ്. ആർക്കും വെറുപ്പ് തോന്നാവുന്ന ഒരു ബാഹ്യരൂപം. അങ്ങനെ ദ ഗാംബ്ലർ എന്ന നോവൽ എഡിറ്റ് ചെയ്യുന്നതിലൂടെ അന്ന ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ പരുക്കൻ സ്വഭാവത്തിന്റെ പിന്നിലെ ഏകാന്തതയും രോഗപീഠകളും ദയയും സാമ്പത്തിക തളർച്ചയും അവൾ തിരിച്ചറിയുന്നു. അദ്ദേഹത്തിന്റെ ഓരോ പോരായ്മകളെയും മനസ്സിലാക്കി ആ തെറ്റുകളോടെ തന്നെ അന്ന ദസ്തയേവ്സ്കിയെ പ്രണയിക്കാൻ തുടങ്ങുന്നു. ഒടുവിൽ കടുത്ത പ്രതിസന്ധികളെ മറികടന്ന് നോവൽ പൂർത്തിയാക്കുകയും ആ എഴുത്തിന്റെ നാളുകൾക്കൊടുവിൽ അവർ പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞ് ഒന്നാവാൻ തീരുമാനിക്കുന്നതോടെയാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് പെരുമ്പടം ശ്രീധരൻ എന്ന എഴുത്തുകാരന്റെ മാന്ത്രികതയാണ്. മറ്റൊരു കാലത്ത് മറ്റൊരു രാജ്യത്ത് ജീവിച്ചിരുന്ന ദസ്തയേവ്സ്കിയെ ഇത്രയധികം ആഴത്തിൽ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞുവെന്ന് ഓരോ വായനക്കാരനും ചിന്തിച്ചു പോകും. ഈ നോവലിൽ ചൂതാട്ടത്തെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു തത്വചിന്തയുണ്ട്. ദസ്തയേവ്സ്കി അന്യോടായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: ജീവിതത്തിന്റെ ദൂരം താണ്ടി ഒടുവിലത്തെ വഴിയമ്പലത്തിലെ തിണ്ണയിൽ ഒരു സന്ധ്യയ്ക്ക് ചെന്നിരുന്ന് മനുഷ്യൻ കണക്ക് നോക്കുന്നു. ജീവിതം ലാഭമോ നഷ്ടമോ? ആർത്തത്തെ ചിന്തിക്കുമ്പോൾ ജീവിതം ഒരു ചൂതുകളി തന്നെയല്ലേ എന്ന്. ക്രൈം ആൻഡ് പണിഷ്മെന്റ്, ദ ബ്രദേഴ്സ് കർമസോവ് തുടങ്ങിയ വിശ്വ സാഹിത്യ കൃതികൾ രചിച്ച ദസ്തയേവ്സ്കിയെ വെറുമൊരു തെറ്റുകാരനായി കാണാതെ അയാളുടെ ഉള്ളിലെ ആത്മീയ വെളിച്ചത്തെയാണ് നോവലിസ്റ്റ് ഇവിടെ ഉയർത്തിക്കാട്ടുന്നത്. വളരെ പതുക്കെ വായനക്കാരെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഒരു സ്ലോ പേസർ ക്ലാസിക് നോവലാണിത്. നിങ്ങളൊരു പഴയകാല പ്രണയകഥ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണിത്. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കണ്ണുകൾ നിറയും, ഒപ്പം ഹൃദയത്തിൽ ഒരു വലിയ ശാന്തത അനുഭവപ്പെടും. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് ഈ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു നല്ലൊരു പുസ്തകമായിട്ട് കാണുന്നതുവരേക്കും ബൈ.